വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു മാറ്റർ ആണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോണേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ലവ് ഫെയിലിയേഴ്സിന്റെ കാലഘട്ടമാണെന്ന് തോന്നുന്നു. അതായത് ഒരു 14 വയസ്സുള്ള കുട്ടിക്കും ഒരു 60 വയസ്സുള്ള ആൾക്കും എല്ലാത്തിനും ഉള്ള ഇഷ്യൂസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോരോ റിലേഷനിലും ചെന്ന് ചാടിയിട്ട് പിന്നെ അതിൽ ഫെയിലിയർ, അതിൽ ബ്രേക്കേജ്, അതിന്റെ എക്സ്പെക്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻ കാര്യങ്ങൾ പോയി കഴിയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ കൂടുതലാണ്. കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. കാരണം എന്ന് വെച്ചാൽ ഈ ലവ് ഫെയിലിയർ അല്ലെങ്കിൽ നമുക്കൊരു നിരാശ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഭയങ്കര സോഷ്യൽ മീഡിയ അറ്റാച്ച്ഡ് ആണ് നമ്മൾ. ഈ ഇൻസ്റ്റാഗ്രാമിലും ഈ യൂട്യൂബിലും നമ്മൾ നോക്കിയിട്ട് ഈ റീൽസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതായത് ഒരു ലവ് ഫെയിലിയർ വരുമ്പോൾ അങ്ങേ അറ്റത്ത് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റിയ റീൽസുകളൊക്കെ ഉണ്ട് കേട്ടോ. സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ അതായത് നമ്മൾ ഈ മോങ്ങാൻ കിടക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീഴാന്ന് പറയില്ലേ, ഇതൊരു അവസ്ഥയാണ്. അതായത് നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ റീൽസ് കണ്ടു, നമ്മളെപ്പോ നോക്കണം എങ്ങനെയായിരിക്കും ഈ സങ്കടമുള്ള റീൽസുകളായിരിക്കും. ഈ റീൽസ് ഒരെണ്ണം കണ്ടിട്ട് പിന്നെ നമുക്ക് വരുന്ന റീൽസുകളെല്ലാം ഈ ഒരു ചുകയുള്ള റീൽസുകളായിരിക്കും. അതായത് ഈ ഒരു ടേസ്റ്റുള്ള റീൽസുകൾ മാത്രമേ നമുക്ക് തന്നുകൊണ്ടിരിക്കുള്ളൂ. കാരണം അപ്പൊ ചിലർ വിചാരിക്കും, ഓ എനിക്ക് ഒരു പ്രശ്നം വന്നപ്പോ ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ കൂടെ. കാരണം ഇതിനോടനുബന്ധിച്ച് കുറെ മോങ്ങണ റീൽസ്, കുറെ അഫെയറിനെ കുറിച്ച് പറയുന്ന റീൽസ്, കുറെ അഫെയർ തകർന്നു പോയി ജീവിതം അവസാനിപ്പിക്കാവുന്ന റീൽസ്, ഇത് മാത്രം നമുക്ക് ഇട്ടു തരുള്ളൂ. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ സെർച്ച് ചെയ്യണത്, നമ്മൾ എന്തിലാണോ സ്റ്റേ ഔട്ട് ചെയ്യണത്, അതായത് നമ്മൾ ഒരു ചാനൽ ഒരു റീൽസ് എടുത്തിട്ട് അത് വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടോ അതോ ആ റീൽസിൽ തന്നെ നിൽക്കുകയാണോ എന്ന് സോഷ്യൽ മീഡിയ നല്ല പോലെ വാച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഏത് റീൽസ് ആണോ സ്റ്റേയിങ് നിൽക്കുന്നത് അതുപോലത്തെ റീൽസുകൾ തന്നെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മൾ മണ്ടന്മാരിത് തന്നെ കണ്ടോണ്ടിരുന്നിരുന്ന് നമ്മൾ ഡിപ്രഷനിൽ മൂക്കുവെത്തും. ദയവ് ചെയ്ത് സ്റ്റോപ്പ്. ഈ ഒരു കാര്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് ഇതിൽ നിന്ന് റിക്കവറി ആവാൻ പറ്റുന്ന ഒരു സാധ്യത ഇങ്ങനെ നമ്മളെ കേപ്പബിൾ ആക്കാത്ത റീൽസിൽ കൂടെ പോയിട്ട് ഒരു കാര്യമില്ല. കുറെ പാട്ടും കുറെ ഇങ്ങനെ ഏകാന്ത ശോകമുഖമായ കുറെ പാട്ടിൽ കൂടെ ഒന്നും പോയിട്ടൊന്നും നമുക്കതിൽ നിന്ന് റിക്കവറി ചെയ്യാൻ പറ്റില്ല. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ഒരു ഫെയിലിയർ ആണെങ്കിലും ഒരു ഡിപ്രഷൻ ആണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നടക്കാത്തതാണെങ്കിലും ഈ ഒരു സങ്കടം, ഈ ഒരു മൂടി ഒരു 2-3 ഡേയ്സ് കൊണ്ട് റിക്കവറി ചെയ്യാൻ പറ്റും. അപ്പൊ അത് റിക്കവറി ചെയ്യാൻ പറ്റും തന്നെയല്ല, നമുക്ക് എന്തെല്ലാം വഴികളുണ്ട്. നമുക്ക് ഈ റിക്കവറി ചെയ്യാൻ പറ്റിയ ടൂൾസ് ഉള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കാം. ടൂൾസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഗൈഡ് ചെയ്യുന്ന ആളുകളുണ്ട് പുറത്ത്. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ഉണ്ടാവും, നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലേക്ക് ഒന്നും പോവാതെ ഈ റീൽസിൽ തന്നെ കിടന്നിട്ട് ഈ ഇങ്ങനെ നമ്മള് മോങ്ങിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഇഷ്ട ദൈവത്തിന്റെ അടുത്തുനിന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ അപ്പൊ കിട്ടുന്ന ഒരു ധൈര്യം. ഇത് എന്റെ എക്സ്പീരിയൻസ് ആട്ടോ. ഞാൻ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കിട്ടിയാണ് റിലാക്സേഷൻ. അതായത് നമ്മളെ സംബന്ധിച്ച് പുറത്തുനിന്ന് ഒരു ടൂൾസ്, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനോ മനസ്സിലാക്കാനോ എനിക്ക് കറക്റ്റ് അഡ്വൈസ് തരാനോ പറ്റുന്ന ആരും പുറത്തില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ക്ലോസ് യുവർ മൗത്ത് ആൻഡ് ക്ലോസ് യുവർ മൊബൈൽ. ഓൺലി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമുക്കൊരു ഇഷ്ടദൈവം, നമുക്കൊരു പ്രാർത്ഥന, നമുക്ക് ചെറുപ്പം മുതൽ നമുക്കൊന്നും ഉണ്ടാവുമല്ലോ, അതിനകത്തേക്ക് തിരിഞ്ഞിട്ട് ഒരു ശക്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രയർ, ഒരു 2-3 ദിവസം ഒരു പ്രയറിലോ ഒരു മെഡിറ്റേഷനിലോ നമ്മളൊരു ധ്യാനത്തിലോ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പവർ ഇതൊന്നും നമുക്ക് തരാൻ പറ്റില്ല. അപ്പൊ ദയവ് ചെയ്ത് ഒരു ഫെയിലിയറിൽ കിടക്കുന്നതാണെങ്കിലും പക്വതയുള്ളവരാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ 14-15 വയസ്സുള്ള കുട്ടികളുടെ അതേ ബിഹേവിയർ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു സബ്ജക്ട് എടുത്തിട്ടത്. അതായത് ചിലപ്പോൾ 50-55 വയസ്സുള്ളവർക്ക് സെയിം ഇതേ മെച്യൂരിറ്റിയിൽ നിന്നിട്ട് പറയണ കേൾക്കാം. അതായത് ഇങ്ങനെ അയ്യോ ഫെയിലിയർ ആയിപ്പോയി, ഒരു അഫെയർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, അത് ഇട്ടിട്ട് പോയി പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചങ്ക് പൊട്ടിക്കറിയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ദയവ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നിൽക്കാൻ പറ്റാത്തവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്നിട്ട് ഗുണമില്ലാത്തവരെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനോട് ചേർന്ന് നിന്ന ഭാവിയിൽ പ്രോബ്ലം വരുന്നവരെ, ഇവരൊക്കെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആട്ടി ഓടിക്കുന്നത്. അവരായിട്ട് പോണതല്ല അത്. നമ്മൾ ശരിക്കും നമുക്ക് ഉഗ്രൻ തേപ്പ് കിട്ടിയിട്ട് അവർ ഇറങ്ങി പോകണമെന്നാണോ? അല്ല. ഇത് ഇങ്ങനെ ഒരു എനർജി നമ്മളെല്ലാവരും ഒരു സോഴ്സിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ലൈഫിലേക്ക് അത് മുൻകൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാളും സ്ട്രെസ് അവർ തരുമെന്ന് വിചാരിച്ചിട്ട് ദൈവം തന്നെ മാറ്റുന്നതാണ് നമ്മുടെ ലൈഫിൽ നിന്ന് പലതും. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുക, വിട്ടുപോട്ടെ. നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് ആരും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. കാരണം നമ്മൾ പിടിച്ചു നിർത്തി എത്ര നാൾ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ അവര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഭാവിച്ചിട്ട് വേറെ ഒരുപാട് കളത്തരങ്ങൾ പുറകെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പോകുന്നവര് പോട്ടെ, ജസ്റ്റ് റിലാക്സ്. നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരോട് കൂടെ ഏറ്റവും ഹാപ്പി ആയിട്ട് നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റിയിലോ നല്ലൊരു സ്പിരിച്വാലിറ്റി നല്ലൊരു മെഡിറ്റേഷനിലൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് റീഗെയിൻ ചെയ്യാം കേട്ടോ.